ഗൈസ്, ഒരു കുട്ടി വീഡിയോ ആണേ. ഞങ്ങൾ കർണാടകയിലുള്ള ഗോൾഡൻ ടെമ്പിൾ ഒന്ന് വിസിറ്റ് ചെയ്യാം. എൻ്റെ ബ്രദർ പറഞ്ഞു ഇന്ന പോലെ ഒരു ഗോൾഡൻ ടെമ്പിൾ നമുക്കൊന്ന് വിസിറ്റ് ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്. ഉമ്മി, വാപ്പി, ചേട്ടൻ, ഞാനും എല്ലാവരും കൂടി അതിൻ്റെ എൻട്രൻസിനകത്തേക്ക് കയറിയത്. ഫസ്റ്റ് വരുന്ന അവരുടെ സ്റ്റേ കാര്യങ്ങളൊക്കെയാണ്, പിന്നെ കുറച്ച് ഷോപ്പും. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ, അതിനകത്തൂടെയാണ് അതിനകത്തേക്ക് പോകേണ്ടത്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. ഇതാണ് അതിൻ്റെ മെയിൻ അകത്തേക്ക് വരുന്ന കവാടം. കുറേ ഗാർഡനിങ്ങും കുറേ പൂക്കളും, ആകെ നല്ല ടോട്ടലി നല്ല സെറ്റപ്പാണ്. നല്ല ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നല്ല കാം ആൻഡ് പീസായിട്ടാണ് അവിടെ ഫുള്ള് അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ. ഒരാളുടെ ഫോട്ടോ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അത് ക്ലോസ് ചെയ്താണ്, അതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇതൊരു റെംബോച്ചയോ അങ്ങനെ എന്താണ് പേര് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്, ആരാന്നറിയത്തില്ല. ഞാൻ യോധ സിനിമയിൽ ഇതിനെ പറ്റിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ അവിടെ കുറേ സൗണ്ടൊക്കെ കേൾക്കും. എനിക്കൊന്ന് പ്രെയർ ഹാളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ അതെങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ ഇടത്തെ സൈഡിലൊരു ചെറിയ ബിൽഡിങ്ങിൽ കുറച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട്, അത് വേറൊന്നുമില്ല, അത്ര വിളക്ക് കത്തിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഒരു ഗ്ലാസ്സൊക്കെ ഇട്ട് മൂടി വെക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്ന് കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രെയർ ഹാളിലേക്ക് പോകാനുള്ള ഒരു ഇതാണ്, കാരണം സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എന്താണ് സംഭവം എന്ന് അറിയാനുള്ളൊരു ത്വരയിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് ഞങ്ങൾ ചെരുപ്പൊക്കെ നമുക്ക് പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറുമ്പോൾ ഞങ്ങൾ ചെരുപ്പ് പുറത്ത് വെച്ച് ഞങ്ങൾ 4 പേരും കൂടെ അകത്തേക്ക് കയറി. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. എനിക്കൊന്ന് ഡൊണേഷനും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ മെയിൻ കവാടത്തിലേക്ക്. അപ്പോൾ ഒരു ടോട്ടലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. കുറേ സൗണ്ടും കാര്യങ്ങളും, ഓരോ പ്രാർത്ഥനയാണ് മെയിനായിട്ട്. കുറേ ആൾക്കാരിങ്ങനെ വരിയായിട്ട് കുറേ പിള്ളേർ ഇരിക്കുന്ന ഫ്രണ്ടിൽ കുറച്ച് ടേബിൾ, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഒന്ന് ബുദ്ധയും മറ്റേതാരാണെന്ന് എനിക്കറിയത്തില്ല. ബുദ്ധ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ഇവരുടെ കുറേ പിള്ളേർ, അവിടെ ഒരാൾ സൈഡിലിരുന്ന് എന്തൊക്കെയോ പറയുന്നു. പിന്നെ കുറച്ച് പേര് വെള്ളമൊക്കെ ആയിട്ട് പോകുന്നു. ഇവർക്കുള്ളതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എനിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതെനിക്ക് ടോട്ടലി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ അവരിടയ്ക്ക് ക്ലാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഞങ്ങളതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ ബാക്ക് സൈഡ് നമ്മൾ കാണാൻ വെച്ചിട്ട് വന്നപ്പോൾ ബാക്ക് സൈഡും അടിപൊളിയായിട്ട് നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട്. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തു. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എനിക്ക്. ഒരു സ്നാക്കാന്ന് തോന്നുന്നു ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്നത്.